രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചു. കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്ന് മോചിതനായ ഓട്ടോ ഫ്രാങ്ക് ആദ്യം പോയത് താൻ ഒളിവിൽ താമസിച്ച അപ്പാർട്ട്മെൻറ്റിലേക്കാണ്. തനിക്ക് തൻ്റെ ഭാര്യയും 2 മക്കളെയും നഷ്ടപ്പെട്ടിരുന്നു. അപ്പാർട്ട്മെൻറ്റിലേക്ക് തിരികെ ചെന്ന ഫ്രാങ്കിന് ലഭിച്ചത് തൻ്റെ മകളുടെ ഡയറിയായിരുന്നു. ആ ഡയറി അവളുടെ സ്വപ്നങ്ങളും രണ്ടാം ലോക മഹായുദ്ധത്തെക്കുറിച്ചും ജൂതന്മാർ അനുഭവിച്ച പീഡനത്തെക്കുറിച്ചും എല്ലാം വിവരിച്ചിരുന്നു. പിൽക്കാലത്ത് ആ ഡയറി പ്രശസ്തമായി. ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ. 1933 അഡോൾഫ് ഹിറ്റ്ലറുടെ നാസി പാർട്ടി ജർമ്മനിയിൽ അധികാരത്തിൽ വന്നു. അഡോൾഫ് ഹിറ്റ്ലർ വന്നതോടുകൂടി ജർമ്മനിയിൽ യഹൂദർ 2ാം നിര പൗരന്മാരായി. ജർമ്മനിയിലെ ഫ്രാങ്ക്ഫോർട്ടിലെ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു ഓട്ടോ ഫ്രാങ്ക്. ഓട്ടോ ഫ്രാങ്കിന്റെ ഭാര്യ എഡിത്ത് ഫ്രാങ്ക് ഒരു വീട്ടമ്മയും. 1929 ജൂൺ 12 അവർക്കൊരു മകൾ പിറന്നു. അവളുടെ പേര് ആനി ഫ്രാങ്ക്. ആനി ഫ്രാങ്കിന്റെ ഏക സഹോദരിയായിരുന്നു മാർഗറ്റ് ഫ്രാങ്ക്. എന്നാൽ 1933 ജർമ്മനിയിൽ നാസി പാർട്ടി ശക്തി പ്രാപിക്കുകയും ജൂതവിദ്വേഷം വ്യാപകമാകുകയും ചെയ്തു. അതോടെ ഓട്ടോ ഫ്രാങ്കിന്റെ ബാങ്ക് വലിയ നഷ്ടത്തിലായി. ജൂതന്മാർക്കെതിരെയുള്ള വർദ്ധിച്ചു വരുന്ന അതിക്രമം സഹിക്കാൻ വയ്യാതെ കുടുംബത്തോടൊപ്പം നെതർലാൻഡിലേക്ക് പോകാൻ അദ്ദേഹം തീരുമാനിച്ചു. 1934 തന്റെ 5ാം വയസ്സിൽ ആൻ ഫ്രാങ്ക് കുടുംബത്തിനൊപ്പം നെതർലാൻഡ്സിലെത്തി. 1933 മുതൽ 1939 വരെ ജർമ്മനിയിൽ നിന്നും പലായനം ചെയ്ത 3 ലക്ഷത്തിലധികം ജൂത കുടുംബങ്ങളിൽ ഒന്നു മാത്രമായിരുന്നു ആൻ ഫ്രാങ്കിന്റെ കുടുംബം. നെതർലാൻഡ്സിലെത്തിയ ഓട്ടോ ഫ്രാങ്ക് ആംസ്റ്റർഡാമിൽ ഒരു ജാം നിർമ്മാണ കമ്പനി ആരംഭിച്ചു. അങ്ങനെ ഫ്രാങ്കിന്റെ കുടുംബം നെതർലാൻഡ്സിൽ സന്തോഷത്തോടുകൂടി ജീവിച്ചു. എന്നാൽ അവരുടെ സന്തോഷത്തിന് അധികം ആയുസ്സുണ്ടായില്ല. 1940 മെയ് 10 ജർമ്മൻ പട്ടാളം നെതർലാൻഡ്സ് ആക്രമിച്ച് കീഴടക്കി. അതോടെ നെതർലാൻഡ്സ് ജർമ്മനിയുടെ കീഴിലായി, അതായത് ഹിറ്റ്ലറുടെ കീഴിലായി. ആൻ ഫ്രാങ്കും സഹോദരി മാർഗറ്റ് ഫ്രാങ്കും അപ്പോഴേക്കും വിദ്യാഭ്യാസം ആരംഭിച്ചിരുന്നു. മാർഗറ്റിന് ഗണിതത്തിലും ആന് സാഹിത്യത്തിലുമായിരുന്നു താല്പര്യം. നെതർലാൻഡ്സിലെ ജർമ്മൻ ഭരണകൂടം ജൂതന്മാർ വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്നതിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ആനും മാർഗറ്റിനും ജൂതന്മാർക്ക് വേണ്ടി മാത്രമുള്ള സ്കൂളിലേക്ക് മാറേണ്ടി വന്നു. അതിനിടെ 1942 ജൂൺ 12 അവളുടെ 13ാം ജന്മദിനത്തിൽ ഓട്ടോ ഫ്രാങ്ക് മകൾക്ക് ഒരു ഡയറി സമ്മാനിച്ചു. ആനി ആ ഡയറിക്ക് കിറ്റി എന്ന് പേര് നൽകി. കിറ്റി എന്ന ഓമന പേരിട്ട ഡയറിയിൽ 1942 ജൂൺ മുതൽ അവൾ എഴുതി തുടങ്ങി. പിൽക്കാലത്ത് ചരിത്രം കുറിച്ച ആ ഡയറി കുറിപ്പുകൾ ഒരു കൗമാരക്കാരിയുടെ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. ഒളിത്താവളങ്ങളിൽ ജീവിതത്തിനും മരണത്തിനും ഇടയിൽ കഴിയുന്ന ഒരു വംശത്തിന്റെ വേദന ആ ഡയറിയിൽ ഉണ്ടായിരുന്നു. നിന്നോടെല്ലാം തുറന്നു പറയാൻ കഴിയുമെന്നും നീ എനിക്ക് ആശ്വാസത്തിന്റെയും താങ്ങിന്റെയും ഉറവിടമായിരിക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതായിരുന്നു ആൻ തന്റെ ഡയറിയിൽ ആദ്യം എഴുതിയ വാക്കുകൾ. 1942 ജൂലൈ 5 മാർഗറ്റ് ഫ്രാങ്കിന് ജർമ്മൻ ക്യാമ്പിൽ ഹാജരാക്കാനുള്ള അറിയിപ്പ് ലഭിച്ചു. മാർഗറ്റ് ജർമ്മനിയിലേക്ക് പോകാൻ തയ്യാറായില്ലെങ്കിൽ കുടുംബാംഗങ്ങളെല്ലാം തുറുങ്കിലടയ്ക്കുമെന്നായിരുന്നു ആ ഒരു അറിയിപ്പ്. അപ്പോഴേക്കും ജർമ്മനിയിൽ ജൂതന്മാരുടെ സ്ഥിതി അത്യന്തം വഷളായിരുന്നു. അവർ 2ാം തരം പൗരന്മാരായി തരം താഴ്ത്തപ്പെട്ടിരുന്നു. ജൂതന്മാർ ഗവൺമെന്റ് ഉദ്യോഗങ്ങൾ വഹിക്കുന്നതും സ്വന്തമായി വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്നതിലും വിലക്ക് കർശനമാക്കപ്പെട്ടിരുന്നു. ജൂതവംശജരും അല്ലാത്തവരും തമ്മിലുള്ള വിവാഹബന്ധം പോലും നിഷേധിക്കപ്പെട്ടിരുന്നു. ജർമ്മനിയിലേക്കുള്ള തിരിച്ചുപോക്ക് പ്രായോഗികമല്ലെന്ന് മനസ്സിലാക്കിയ ഓട്ടോ ഫ്രാങ്ക് ഉത്തരവ് ലഭിച്ച് അധികം വൈകാതെ തന്നെ കുടുംബത്തോടൊപ്പം നേരത്തെ തയ്യാറാക്കിയിരുന്ന ഒളി സങ്കേതത്തിലേക്ക് മാറി. ആൻ ഫ്രാങ്കിന്റെ കുടുംബം ഒളി സങ്കേതത്തിലേക്ക് കിലോമീറ്ററുകളോളം കാൽനടയായിരുന്നു യാത്ര. ഓട്ടോ ഫ്രാങ്ക് ജോലി ചെയ്തിരുന്ന ജാം നിർമ്മാണ കമ്പനിയുടെ മുകളിലായിരുന്നു ഒളിത്താവളം. ഒളിത്താവളം തറനിരപ്പിന് താഴെ. പ്രവേശന കവാടം ബുക്ക് ഷെൽഫ് കൊണ്ട് മറച്ചു. 2 ചെറിയ അറകൾ. ആനും കുടുംബവും ഒളിത്താവളത്തിൽ ഒരാഴ്ച പിന്നിട്ടു. ഓട്ടോ ഫ്രാങ്കിന്റെ ബിസിനസ് അസോസിയേറ്റ്സ് ആയ ഹെർമൻ വാൻ പെൽസും ഭാര്യ ആഗസ്റ്റും മകൾ പീറ്ററും അവരോടൊപ്പം ഒളിസങ്കേതത്തിൽ എത്തി. ഓട്ടോ ഫ്രാങ്കിന്റെ ജീവനക്കാരും ഓസ്ട്രേലിയൻ വംശജനുമായ മിയബ് ഗീസ് പുറം ലോകത്തെ വാർത്തകൾ അവരിലേക്ക് എത്തിച്ചു. അത്യന്തം ആശങ്ക നിറഞ്ഞ നിമിഷങ്ങൾ. ഏത് നിമിഷവും പിടിക്കപ്പെടാം. പിടിക്കപ്പെട്ടാൽ മരണമുറപ്പ്.
പിന്നീട് ഫിറ്റ്സ് പ്രഫർ എന്ന ജൂത ഡോക്ടറും ഇവരോടൊപ്പം ഒളിസങ്കേതത്തിൽ താമസമാക്കി. അങ്ങനെ ആ അപ്പാർട്ട്മെന്റിൽ 8 പേർ, എല്ലാവരും ഭയത്തോടുകൂടി ജീവിക്കുന്നു. ആൻ ഫ്രാങ്ക് ആ ഒളിസങ്കേതത്തെ സീക്രട്ട് അനക്സ് എന്ന് വിളിച്ചു. ഭയത്തോടെയും പിരിമുറുക്കത്തോടെയും ജീവിച്ച ആ 8 പേർക്കും ഒരിക്കൽ പോലും പുറത്തു പോകാൻ സാധിച്ചില്ല. അവരുടെ അപ്പാർട്ട്മെന്റിന് തൊട്ടടുത്തുള്ള വെയർഹൌസിലെ ആളുകൾ അറിയാതിരിക്കാനായി പകൽ സമയത്ത് അവർ പരസ്പരം ഒന്നും തന്നെ മിണ്ടാറില്ലായിരുന്നു. പകൽ സമയത്ത് ഒരക്ഷരം പോലും മിണ്ടാതെ നിശബ്ദരായി അവർ അവിടെ കഴിച്ചുകൂട്ടി സമയം തള്ളി നീക്കി. താഴെ ഓഫീസ് മുറിയിൽ ആദ്യത്തെ ആൾ എത്തും മുമ്പ് തന്നെ അവർ എല്ലാ ജോലികളും ചെയ്തു തീർക്കും. കിറ്റി, എന്റെ ചിന്തകളും വികാരങ്ങളും ഇതിലെഴുതുമ്പോൾ എനിക്ക് ആശ്വാസം ലഭിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ശ്വാസം മുട്ടി മരിച്ചേനെ എന്ന് അവൾ ആ ഡയറിയിൽ എഴുതി. ആനിന്റെ ഡയറിയിൽ ഒളിസങ്കേതത്തിലെ ജീവിതത്തെക്കുറിച്ചും അവിടെയുള്ള മറ്റ് 7 പേരെക്കുറിച്ചും തന്റെ വികാരത്തെക്കുറിച്ചും പിന്നെ സൗഹൃദത്തെക്കുറിച്ചും എല്ലാം എഴുതിയിരുന്നു. മാത്രവുമല്ല, കൗമാരക്കാലത്തെ പ്രശ്നങ്ങളും തന്റെ പ്രണയത്തെക്കുറിച്ചും ആ ഡയറിയിൽ കുത്തിക്കുറിച്ചിരുന്നു അവൾ. 2ാം ലോക മഹായുദ്ധത്തെക്കുറിച്ചും ഹിറ്റ്ലറിന്റെ ഏകാധിപത്യത്തെക്കുറിച്ചും പിന്നെ ജൂതന്മാർ അനുഭവിക്കുന്ന പീഡനങ്ങളെക്കുറിച്ചും ആ ഡയറിയിൽ അവൾ പ്രതിപാദിച്ചു. 3ാം നിലയിലായിരുന്നു അവളുടെ ഒളിത്താവളം. വലതുവശത്തുള്ള വാതിലിലൂടെയാണ് ഒളിത്താവളത്തിലേക്ക് കടക്കുന്നത്. എന്നാൽ വാതിലിനപ്പുറം ഏറെ മുറികളുണ്ടെന്ന് ആർക്കും ഊഹിക്കാൻ സാധിക്കുകയില്ല. വാതിലിനപ്പുറമുള്ള മരഗോവണിയിലൂടെ ഒളിസങ്കേതത്തിലേക്ക് എത്താം. ഗോവണിയേറി ആദ്യം എത്തുന്നത് ആൻ ഫ്രാങ്കിന്റെ മുറിയിലേക്കാണ്, പിന്നെ മാർഗറ്റ് ഫ്രാങ്കും. ഏറ്റവും മുകളിൽ വിശാലമായ ഹാളാണ്. അവിടെ ചാക്കുകെട്ടുകൾ കൂട്ടിയിട്ടിരിക്കുന്നു. ആൾതാമസമില്ലാത്ത മുറിയാണെന്ന് കാണിക്കാനായിരുന്നു ഇങ്ങനെ ചെയ്തത്. ജനാലകൾ കറുത്ത കടലാസ് കൊണ്ടും കർട്ടൻ കൊണ്ടും മറച്ചിരിക്കുന്നു. വായുസഞ്ചാരത്തിനായി ഒരു ജനാല മാത്രം അല്പം തുറന്നു വെച്ചു. ഓഫീസിന്റെ പിന്നിലുള്ള ആ വലിയ മരം ആ ഒരു കെട്ടിടത്തിന്റെ പകുതിയും മറച്ചിരുന്നു. മറ്റ് ഒളിത്താവളങ്ങളെ അപേക്ഷിച്ച് സൗകര്യപ്രദവും സുരക്ഷിതവുമായിരുന്നു ഇവരുടെ ഒളിത്താവളം. ഒന്നും മിണ്ടാതെ ഭീതിയോടെയും ഭയത്തോടും കൂടി 2 വർഷം അവർ ആ ഒളിസങ്കേതത്തിൽ തള്ളി നീക്കി. എന്നാൽ ആനിന്റെയും കൂട്ടരുടെയും അജ്ഞാതവാസം പിന്നീട് അധികകാലം നീണ്ടില്ല. 1944 ഓഗസ്റ്റ് 4-ാം തീയതി ജർമ്മൻ സെക്യൂരിറ്റി പോലീസിലെ സായുധ സൈനികർ ഡച്ചുകാരായ നാസികളുടെ സഹായത്തോടുകൂടി പ്രധാന ഓഫീസിൽ തിരച്ചിൽ നടത്തി. അവർ ഒളിത്താവളത്തിലേക്കുള്ള പ്രവേശന കവാടം എവിടെയെന്ന് പറയാൻ ക്ലേലറെ നിർബന്ധിച്ചു. ഓട്ടോ ഫ്രാങ്കിന്റെ സഹായിയായിരുന്നു ക്ലേലർ. ഒടുവിൽ പോലീസിന്റെ നിർബന്ധത്തിന് വഴങ്ങി ക്ലേലർക്ക് അവരുടെ ഒളിസങ്കേതത്തിന്റെ കവാടം കാണിച്ചു കൊടുക്കേണ്ടി വന്നു. ക്ലേലറും ഒളിസങ്കേതത്തിലെ 8 പേരും അറസ്റ്റ് ചെയ്യപ്പെട്ടു. അന്ന് തന്നെ അവരെല്ലാം ഗെറ്റപ്പോ ആസ്ഥാനത്തിലേക്ക് ഹാജരാക്കി. ജർമ്മൻ രഹസ്യാന്വേഷണ സേനയാണ് ഗെറ്റപ്പോ. ഒരു രാത്രി നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം ഓഗസ്റ്റ് 6-ാം തീയതി അവരെ ജയിലിലേക്ക് മാറ്റി. 2 ദിവസത്തിന് ശേഷം ഓഗസ്റ്റ് 8-ന് ഒരു പാസഞ്ചർ ട്രെയിനിൽ അവർ 8 പേരെയും വെസ്റ്റർ ബാർക്കിലേക്ക് എത്തിച്ചു. പിടിക്കപ്പെടുന്ന ജൂതന്മാരെ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് അയക്കുവാനായി ആഴ്ചയിൽ ഒരിക്കൽ ഒരു ട്രെയിനുണ്ട്. ആ തീവണ്ടിയിൽ കന്നുകാലികളെ പോലെ കുത്തി നിറച്ച് നിൽക്കാൻ പോലും സ്ഥലമില്ലാതെ അവരെ കുത്തിക്കയറ്റി. അവരെയെല്ലാം ജർമ്മൻ അധീനതയിലുള്ള പോളണ്ടിലെ കുപ്രസിദ്ധമായ കൊലകേന്ദ്രമായ ഓസ്റ്റിച്ച് കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് കൊണ്ടുപോയി. 3 ദിവസത്തെ ദുരിതപൂർണമായ യാത്ര. വെള്ളമില്ല, ഭക്ഷണമില്ല, ഒന്നും തന്നെയില്ല. മരണതുല്യമായ യാത്ര. ഇതിലും ഭേദം ആ ട്രെയിനിൽ കിടന്ന് തന്നെ മരിക്കുന്നതാണെന്ന് ആ ട്രെയിനിൽ യാത്ര ചെയ്തവർ ഒരുപക്ഷെ കരുതി കാണും. 3 ദുരിതപൂർണമായ യാത്രക്കൊടുവിൽ ആൻ ഫ്രാങ്കും പിന്നെ 1019 തടവുകാരെയും വഹിച്ചുകൊണ്ടുള്ള തീവണ്ടി ലക്ഷ്യസ്ഥാനത്തെത്തി. ഇവരെ സഹായിച്ച ക്ലേററെയും കുഫൂസിനെയും ഡച്ച് കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് അയച്ചു. അക്കാലത്തെ ജർമ്മൻ നിയമപ്രകാരം ജൂതന്മാർക്ക് അഭയം കൊടുത്താൽ മരണശിക്ഷ വരെ ലഭിക്കുമായിരുന്നു. ക്യാമ്പിൽ വെച്ച് സ്ത്രീകളെയും പുരുഷന്മാരെയും 2 സംഘങ്ങളായി തിരിച്ചു. പ്രാഥമിക വൈദ്യ പരിശോധനയിൽ കഴിഞ്ഞമായ ജോലി ചെയ്യാൻ പ്രാപ്തരല്ലാത്തവരെ ഗ്യാസ് ചേംബറിലേക്ക് അയച്ചു. എല്ലാവരെയും തന്തരാക്കി ഒരു മുറിയിലിട്ട് പൂട്ടി വിഷവാതകം കയറ്റിവിട്ട് കൊല്ലുമായിരുന്നു ഗ്യാസ് ചേംബറിൽ. ആൻ ഫ്രാങ്കിന്റെ അമ്മയായ എഡിറ്റും ആൻ ഫ്രാങ്കും മാർഗറ്റ് ഫ്രാങ്കും ഒരേ ബാരക്കിലായിരുന്നു. വൈദ്യ പരിശോധനയ്ക്ക് ശേഷം
അവരുടെ എല്ലാം തല മൊട്ടയടിച്ചു. കയ്യിൽ തിരിച്ചറിയാനുള്ള നമ്പർ പച്ചകുത്തി ആനിനെ അടിമപ്പണിക്ക് നിയോഗിച്ചു. 15 വയസ്സ് മാത്രം ഉണ്ടായിരുന്ന ആൻ ഫ്രാങ്ക് ആ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അസാമാന്യ ധൈര്യവും ആത്മവിശ്വാസവും പ്രകടിപ്പിച്ചതായി പിൽക്കാലത്ത് സഹതടവുകാർ അനുസ്മരിച്ചു. ഭക്ഷണവും വസ്ത്രവും മരുന്നുമായിരുന്നു കോൺസെൻട്രേഷൻ ക്യാമ്പിലെ ഏറ്റവും വലിയ പ്രധാന പ്രശ്നം. സ്കാബിസ് എന്ന ത്വക്ക് രോഗം പിടിപെട്ട ആനിനെയും മാർഗറ്റിനെയും ബെർഗൻ ബെൽസൺ ക്യാമ്പിലേക്ക് മാറ്റി. 1945 ജനുവരി 6 ആൻ ഫ്രാങ്കിന്റെ അമ്മയായ ഈഡിത്ത് ഫ്രാങ്ക് ലോകത്തോട് വിട പറഞ്ഞു. പട്ടിണിയായിരുന്നു മരണകാരണം. ആനിന്റെ അമ്മയുടെ മരണത്തിന് 2 മാസം മുൻപാണ് ജർമ്മനിയിലെ ബെർഗൻ ബെൽസൺ ക്യാമ്പിലേക്ക് മാർഗറ്റ് ഫ്രാങ്കിനെയും ആനി ഫ്രാങ്കിനെയും കൊണ്ടുപോയത്. ലേബർ ക്യാമ്പിൽ വെച്ച് രോഗബാധിതരാകുന്നവരെ പാർപ്പിക്കാനുള്ളതായിരുന്നു ബെർഗൻ ബെൽസൺ ക്യാമ്പ്. ടൈഫോയിഡ് രോഗം പിടിപെട്ട ആനും മാർഗറ്റും ഒരേ മുറിയിലായിരുന്നു കഴിഞ്ഞിരുന്നത്. അനാരോഗ്യമായ ചുറ്റുപാടും തിക്കും തിരക്കും പകർച്ചവ്യാധികളും പടർന്നു പിടിക്കാൻ കാരണമായി. വൈകാതെ മാർഗറ്റ് ഫ്രാങ്കിന് രോഗം മൂർച്ഛിച്ചു. ഒരു ദിവസം ആൻ ഫ്രാങ്കിന്റെ ബെർത്തിന്റെ തൊട്ടുമുകളിൽ കിടക്കുകയായിരുന്ന മാർഗറ്റ് എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നതിനിടെ മാർഗറ്റ് പെട്ടെന്ന് കുഴഞ്ഞു വീണു. അവിടെ കിടന്ന് തന്നെ പിടഞ്ഞു മരിക്കുകയും ചെയ്തു. സഹോദരിയുടെ മരണം കൺമുമ്പിൽ കണ്ട ആൻ ഫ്രാങ്കിന് തന്റെ ധൈര്യമെല്ലാം നഷ്ടപ്പെട്ടു. മാത്രവുമല്ല, അവൾ മാനസികമായി തളർന്നു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം മാർച്ച് മാസത്തിലെ ആദ്യ ആഴ്ചയിൽ ആൻ ഫ്രാങ്കും മരണമടഞ്ഞു. 1945 ഏപ്രിൽ 15 അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സഖ്യസേന ബെർഗൻ ബെൽസൺ ക്യാമ്പ് സ്വതന്ത്രമാക്കപ്പെടുന്നതിന് ഏതാനും ദിവസം മുമ്പായിരുന്നു ഇരുവരുടെയും മരണം. ആനിനും കുടുംബത്തിനും വേണ്ടി പോലീസ് നടത്തിയ തിരച്ചിലിനിടയിൽ ഒളിത്താവളം കൊള്ളയടിക്കപ്പെട്ടു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഓഫീസ് വൃത്തിയാക്കാൻ എത്തിയ ഒരാൾ നിലത്ത് കിടന്ന ആ പഴയ പത്രക്കടലാസുകൾക്കിടയിൽ ചില നോട്ട്ബുക്കുകൾ കണ്ടെത്തി. ഈ നോട്ട്ബുക്കുകളിലായിരുന്നു ആൻ ഫ്രാങ്ക് തന്റെ ഡയറി എഴുതിയിരുന്നത്. ഈ ഡയറികൾ അയാൾ മിപ്പിനും എലിക്കും കൈമാറി. ആൻ ഫ്രാങ്കും കുടുംബവും ഒളിവിൽ താമസിച്ചപ്പോൾ സഹായിച്ചവരായിരുന്നു മിപ്പ്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഓട്ടോ ഫ്രാങ്ക് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്നും മോചിതനായി. ഓട്ടോ ഫ്രാങ്കിന് തന്റെ ഭാര്യയും 2 മക്കളെയും അപ്പോഴേക്ക് നഷ്ടപ്പെട്ടിരുന്നു. മോചിതനായ ഓട്ടോ ഫ്രാങ്ക് ആദ്യം പോയത് തങ്ങൾ ഒളിവിൽ കഴിഞ്ഞിരുന്ന സീക്രട്ട് അനക്സിലേക്കായിരുന്നു. അദ്ദേഹത്തിന്റെ മനസ്സിൽ ശൂന്യത മാത്രമായിരുന്നു ആ കുടുംബത്തിൽ രക്ഷപ്പെട്ട ഏക വ്യക്തി. ഓട്ടോ ഫ്രാങ്കിന്റെ സുഹൃത്തായ മിപ്പ് ആൻ ഫ്രാങ്കിന്റെ ഡയറികൾ ഓട്ടോ ഫ്രാങ്കിന് കൈമാറി. ഓട്ടോ ഫ്രാങ്ക് തന്റെ മകളുടെ ഡയറി കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ഹിറ്റ്ലറുടെ ആത്മകഥയിലില്ലാത്ത പല കാര്യങ്ങളും ആ ഡയറിയിലുണ്ടായിരുന്നു. ബൈബിളിന് ശേഷം കഥയില്ലാത്ത മറ്റൊരു പുസ്തകം ഏറ്റവും കൂടുതൽ ലോകത്ത് വിറ്റുപോയത് ദ ഡയറി ബൈ ആനി ഫ്രാങ്ക് എന്ന പുസ്തകമാണ്. ഈ ഒരു ഡയറി പല ഭാഷകളിലും വിവർത്തനം ചെയ്തു. 1959 ദ ഡയറി ബൈ ആനി ഫ്രാങ്ക് എന്ന ഒരു ചലച്ചിത്രവും ഇറങ്ങി. 1988 ആനി ഫ്രാങ്കിനെ കുറിച്ചുള്ള ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ദ ഡയറി ബൈ ആനി ഫ്രാങ്ക് എന്ന പുസ്തകം വായിക്കാൻ പറ്റുമെങ്കിൽ വായിക്കുക. ആനി ഫ്രാങ്കിനെ കുറിച്ചുള്ള 1959 ഇറങ്ങിയ ദ ഡയറി ബൈ ആനി ഫ്രാങ്ക് എന്ന സിനിമ കാണാൻ പറ്റുമെങ്കിൽ കാണുക.